അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, മെറ്റ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ MDMA കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസ് പ്രതിനിധി തന്നെ ഉയർത്തിയ സാഹചര്യത്തിൽ അതിൽ കൂടി പറഞ്ഞു പോകാം. അരുൺകുമാർ, പ്രതിപക്ഷം അന്തസ്സോടുകൂടിയുള്ള വിമർശനം ഉന്നയിക്കണം. നിങ്ങളുടേത് വിമർശനമല്ല, നിങ്ങളുടേത് അപമാനിക്കുന്ന രീതിയിലുള്ള വ്യക്തിഹത്യയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്താണ് CPM-ന് പറയാനുള്ളത്? ഏതായാലും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ തനിക്ക് MDMA കേസിലെ പ്രതികളുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാറുണ്ട്, ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്, അവർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സമ്മതിക്കുമ്പോഴും അദ്ദേഹം കുറെ നുണകൾ അവിടെ പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്രമണമുണ്ടായി, അദ്ദേഹത്തിൽ ഗുരുതരമായ പരിക്കേറ്റു ഇതിലെ പ്രതിക്ക്. അങ്ങനെ വന്നപ്പോൾ ആ പ്രതിയെ ഫോണിൽ വിളിച്ചു, അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്ന രൂപത്തിലാണ് പറഞ്ഞത്. എന്നാൽ നവകേരള സദസ്സിൽ ഒരു തരത്തിലും ഈ പ്രതിക്ക് പരിക്കേറ്റിട്ടില്ല എന്നും കരിങ്കൊടി ഉയർത്തുന്ന ചിത്രം വീഡിയോ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തത് നിങ്ങളുടെ മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും. അപ്പോൾ നവകേരള സദസ്സിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് ഏറ്റവും ആദ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് എന്ന് പച്ചയായ നുണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് 2 മാസം മുമ്പ് ഒക്ടോബർ മാസത്തിലാണ് വെങ്ങോലയിലുള്ള ഈ പ്രതികളുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. 2021 മുതൽ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ, ഒരുമിച്ചിരിക്കുന്ന വളരെ പ്രൈവസി ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രതി വന്ന് അടുത്തിരിക്കുന്ന, അന്ന് പ്രതിയല്ല അന്ന് വന്ന് അടുത്തിരിക്കുന്ന തരത്തിൽ ഉള്ള ചിത്രങ്ങൾ ഇതിലെ ഹുസൈൻ തന്നെ നിരവധി തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു നുണ അദ്ദേഹം പറഞ്ഞു. 2, മർദ്ദനമേറ്റു എന്ന് നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ എനിക്കൊരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇല്ല എന്നൊരു തരത്തിൽ നുണ പറഞ്ഞു. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ തന്നെ VD സതീശന്റെ പേജ് കൈകാര്യം ചെയ്യുന്നത് 5 കോർഡിനേറ്റർമാരാണ്, 5 പേർ അതിന്റെ കൈകാര്യം ചെയ്യുന്നവരുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നുണ പറയുന്നത്? ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാർ അവരെ MDMA കേസിൽ പിടിച്ചു, ആ സംഘടന നടപടിയെടുത്തു, അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. നുണ പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തോ മറയ്ക്കാൻ മുഖ്യമന്ത്രി മനസ്സിൽ വിചാരിക്കുന്നു. നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അത് ഡേറ്റ് ഈ പറഞ്ഞ മാതിരി നവകേരള യാത്രക്കിടെ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ആദ്യമായി വിളിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം അല്ലെങ്കിൽ ഡേറ്റ് സഹിതം ഈ പറയുന്ന ഈ പ്രതിയുടെ പേജിൽ നിന്ന് തന്നെ അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച വിഷയം, നിങ്ങളുടെ പോയിന്റ് എന്താണ്? ഈ MDMA ഉപയോഗിക്കുന്ന ഒരാൾ VD സതീശനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇയാൾ MDMA ഉപയോഗിക്കുന്ന ആളാണ് എന്ന് കണ്ട് തന്നെ VD സതീശനെ ബന്ധം സ്ഥാപിച്ചു എന്നാണോ? അതോ ഈ MDMA അയാൾക്ക് കച്ചവടമാണോ, അതോ MDMA ഉപയോഗമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് സഹായിച്ചു എന്നതാണോ? നിങ്ങളുടെ പോയിന്റ് എന്താണ്? കൃത്യമായ പോയിന്റ് എന്താണ്? കൃത്യമായി തന്നെ പറയാം. 139 ഗ്രാം എന്ന് പറഞ്ഞാൽ MDMA-യുടെ ഏറ്റവും വലിയ അളവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയേക്കാൾ വലിയ അളവാണ്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. 6 ജില്ലകളിൽ ഈ പ്രതികളുടെ നേതൃത്വത്തിൽ MDMA എത്തിച്ചിരിക്കുന്നുവെന്നും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു കച്ചവടം ഉണ്ടെന്നും ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഒറ്റ കാര്യം, ഇദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 3 മാസം തികയുന്നേ ഉള്ളൂ. അതിനു മുമ്പ് 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ 5 കൊല്ലവും സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ, അതായത് ഈ കേസിലെ പ്രതി തന്നെ എഴുതിയ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണമുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. ഇക്കാര്യത്തിൽ ഈ പ്രതിയുടെ വാക്കുകൾക്കാണ് അങ്ങ് വിശ്വാസ്യത കാണിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് കളവാണ് എന്നതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ വാദം എന്നുള്ളതാണ്. ഈ പല ഫാൻ പേജുകളുണ്ട്, പലരും പല നേതാക്കളുടെയും പേജുകൾ. ഇപ്പോൾ പിണറായി, ഞാൻ പറഞ്ഞോട്ടെ അരുൺകുമാർ, ഇത് എനിക്കും അങ്ങ് പറഞ്ഞ കുറെ അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട്. ഈ പറഞ്ഞ പിണറായി വിജയന്റെ പേരിൽ പല പേജുകളുണ്ടല്ലോ, ഇതൊന്നും തന്നെ ഔദ്യോഗികമായ പേജുകളല്ല, പലരായി പല ഫാൻസായി ഉണ്ടാക്കുന്നത്. ഇപ്പം നേരത്തെ ശ്രീ VR അനൂപ് പറഞ്ഞ പോലെ പോരാളി ഷാജി. ആരാണ് പോരാളി ഷാജി? പോരാളി ഷാജി ഓരോ ഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാടും പ്രതികരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ട് ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുമുണ്ട്. ഇപ്പോൾ VD സതീശൻ എന്ന പേരിൽ തന്നെ ഇയാൾ പ്രവർത്തിക്കുമ്പോൾ അത് ഔദ്യോഗിക പേജ് ആണ് എന്ന രൂപത്തിൽ തന്നെയാണോ നിങ്ങൾ അതിനെ കാണുന്നത്? എനിക്കറിയേണ്ട ഒരു കാര്യം കൂടി, ഈ MDMA വിതരണക്കാരാണ്, അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വിതരണക്കാരൻ തന്നെയാണ്, വെറുതെ അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇരയല്ല. അപ്പോൾ അങ്ങനെ ഒരു വിതരണക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ ആ വിതരണക്കാരൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന VD സതീശൻ ആലോചിക്കുകയായിരുന്നു. അതാണോ നിങ്ങളുടെ ആരോപണം?
ഞാൻ ആരോപണം പറഞ്ഞു വന്നപ്പോഴേക്കും മാഡം ഇടപെട്ടു. ഞാൻ പറയട്ടെ, ഏതായാലും ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് ആർക്കും സംശയമില്ല. ഒരു കൃത്യമായി മയക്കുമരുന്നിനെതിരെ പോരാടുന്ന ആൾ എന്ന രൂപത്തിൽ ഒരു ബനിയനും ഇട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്നതിലും സംശയമില്ല. 6 ജില്ലകളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കഞ്ചാവല്ലല്ലോ, MDMA ഉയർന്ന അളവല്ലേ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അളവ് വിതരണം ചെയ്ത ഒരു സംഘമാണ് എന്നതിലും ആർക്കും സംശയമില്ല. അപ്പോ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ പോരാളി ഷാജിയുടെ പേജുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തല്ലേ. ആ പേജാണോ VD സതീശന്റെ പേരിലുള്ള പേജിൽ ഞാൻ വായിച്ച വാചകം ഉണ്ടല്ലോ, ഇത് പ്രതി തന്നെ എഴുതിയിട്ടിരിക്കുമല്ലോ. കഴിഞ്ഞ 5 വർഷം സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനം എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇന്നലെ വരെ ആരും അത് ഡിനൈ ചെയ്തിട്ടില്ല. കാരണം ഒരു VD സതീശന്റെ പിറന്നാളിന് പോലും ഒരു കേക്കുമായി ഒരു കുട്ടിയെയും കൊണ്ടുപോയി പറവൂരിലെ വീട്ടിൽ പോയി കേക്ക് മുറിക്കുന്നു. ശ്രീ VD സതീശൻ വന്ന് കേക്ക് മുറിക്കുന്നു. ഇത്രയധികം ബന്ധമുള്ള എത്രയോ ചിത്രങ്ങൾ 2021 മുതൽ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ആ ബന്ധത്തെ VD സതീശൻ വരെ അഡ്മിറ്റ് ചെയ്യാണ്. ഒറ്റ കാര്യം, അത്തരത്തിലൊരു കേസിൽ അദ്ദേഹം MDMA കച്ചവടത്തിന്, MDMA ഇങ്ങോട്ടുള്ള ഇറക്കുമതിക്ക്, അതിന്റെ വിതരണത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെയും പദവിയെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അത് അന്വേഷിക്കേണ്ടതാണ്. അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരാളാകണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ നേതാവിന്റെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ തനിക്ക് സ്വാധീനമുണ്ടെന്ന് കാണിക്കാൻ അത് അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകണം. അത് പ്രധാനപ്പെട്ട പോയിന്റാണ് അരുൺകുമാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് തന്നെ പറഞ്ഞോളൂ. എന്റെ ഒരു ചോദ്യം കൂടി ചേർത്ത് അങ്ങ് ഉത്തരം പറഞ്ഞോളൂ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന VD സതീശൻ സർക്കാരിലെ പോലീസാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അല്ല രമേശ് ചെന്നിത്തല വേറെ, VD സതീശൻ വേറെ അല്ലല്ലോ. VD സതീശൻ സർക്കാരിലെ പോലീസാണ് അയാളെ പിടികൂടിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ല എന്ന് OJ ജനീഷ് പറയുന്നു. നേതാവല്ല, പോട്ടെ, പ്രവർത്തകൻ. ആ പ്രവർത്തകൻ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുമായി നല്ല ബന്ധമുണ്ട് എന്ന് പുറമേക്ക് കാണിച്ചുകൊണ്ട് അയാളുടെ കച്ചവടം പൊടിപൊടിക്കുകയായിരുന്നെങ്കിൽ അയാളിപ്പോൾ പിടിയിലായിരിക്കുന്നു. ആ പിടിയിലായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ഇവരുടെ കാലത്ത്? യെസ്, ഒറ്റ മിനിറ്റ്. പിടിയിലായല്ലോ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് വിചാരിച്ച് പിടിച്ചതല്ലോ, പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണല്ലോ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നുള്ള വിവരം പുറത്തു വന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും അദ്ദേഹത്തിന്റെ ബിസിനസിനും ഈ പ്രതിപക്ഷ നേതാവിന്റെ പദവിയെയും മുഖ്യമന്ത്രിയുടെ പദവിയെയും ഉപയോഗിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇത് വിതരണം ചെയ്യുമല്ലേ, 6 ജില്ലകളിൽ വിതരണം ചെയ്തു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിവരം കിട്ടി. മറ്റു ജില്ലകളിലുണ്ടോ? അന്വേഷിച്ച് റിപ്പോർട്ട് വരണം. അത്തരത്തിൽ ഏറ്റവും സാധാരണക്കാരുടെ തകർക്കുന്ന, അവരെ കൃത്യമായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന ഈ MDMA വിതരണത്തിന് ഈ ഓഫീസിന്റെ സേവനമോ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയുള്ള ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ? മുൻകാലങ്ങളിൽ പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും രക്ഷപ്പെടാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഓഫീസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാലമാണ്, നിങ്ങൾ ഭരിക്കുന്ന കാലമാണ് വിവരങ്ങളുടെ അടിസ്ഥാനം, നിങ്ങൾ ഭരിക്കുന്ന കാലമാണ്. അല്ല ആയിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. ഇപ്പോഴല്ലേ പിടിച്ചത്, നമുക്കറിയാം. ഏത് കാലഘട്ടത്തിലും അന്വേഷിച്ചോട്ടെ. ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഇതിൽ സത്യസന്ധമായ വാർത്തയല്ലേ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്? നിങ്ങളടക്കം ചാനൽ പുറത്തുവിട്ട ഏതെങ്കിലും കാർഡ് തെറ്റായിരുന്നോ? അല്ലല്ലോ. ആ വാർത്ത പോലും ജനങ്ങൾ കേൾക്കരുത്, ഒരാളും അത് വായിക്കരുത്, അത് സ്പ്രെഡ് ചെയ്യരുത് എന്ന് എങ്ങനെ മെറ്റ വിചാരിച്ചു? മെറ്റ വിചാരിക്കില്ലല്ലോ. മെറ്റ എങ്ങനെ വിചാരിക്കും? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 69A പ്രകാരം ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന്റെ പൊതുസമാധാനത്തിന്, സോവറിനിറ്റിക്ക് ഹീനമായിട്ടുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന, പൊതുസമാധാനത്തെ ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു ഇന്റർമീഡിയറി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് പറയാം, ഇന്ന കാർഡുകൾ നീക്കം ചെയ്യണം, ഇന്ന വാർത്ത കൈകാര്യം ചെയ്യണം. ഇതെന്താ? MDMA കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കയ്യോടെ പിടിക്കുമ്പോ അതിന്റെ അളവ് പുറത്തു വരുമ്പോ അതിന്റെ ഗുരുതരമായ സാഹചര്യം ഇന്റർമീഡിയറിയായ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പുറത്തുവിടുമ്പോ അതെങ്ങനെയാണ് രാജ്യത്തിന്റെ പൊതുസമാധാനത്തിനെതിരെ, സോവറിനിറ്റിക്കെതിരെ? അപ്പോ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ മെറ്റയുടെ തന്നെ വാചകങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടുമ്പോ നിയമപരമായി 2021 റൂള് പ്രകാരം ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിഷയം അല്ല ഇത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഈ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ സാങ്കേതികമായി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കാര്യം കൂടി പരിശോധിക്കുന്നതിനോട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.